നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മാലയ്ക്കലും അല്ലെങ്കിൽ കൊലുസോ അല്ലെങ്കിൽ മോതിരങ്ങളിലും വളകളിലും ഒക്കെ ഇതുമാതിരി നമ്മൾ ഡെയിലി ഉപയോഗിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്തിരി കറുത്ത് പോകും. കറുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ അഴുക്കൊക്കെ കയറിയിട്ട് ഈ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയ ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഇതാണ്. ഇതിന് നമുക്ക് ഒരുപാട് ആൾക്കാർ തിളപ്പിക്കാറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പാത്രം എടുക്കുക, അതിലോട്ട് അത്യാവശ്യം ചൂടുവെള്ളം ഉപയോഗിക്കുക, അതിലോട്ട് മഞ്ഞൾപ്പൊടി എടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ തിളക്കം കൂടും കേട്ടോ. അപ്പം ഞാൻ അധികം എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പൗഡർ സർഫ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ വിം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സ്വർണ്ണം ഉണ്ടല്ലോ അതിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇപ്പം നിങ്ങൾക്ക് ഞാൻ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ നല്ലപോലെ ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അത് നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട ഈ ഒരു ചെറിയൊരു സോപ്പ് പതയുടെ കൂടാതെ ഈ ചെറിയ ചെറിയ ഇത് നമ്മുടെ ഉള്ളിലോട്ടുള്ള ഈ അഴുക്കാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടുള്ള ആ അഴുക്കൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പൊന്തി വരും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ അഴുക്കൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഞാൻ പുറത്തിരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ഒരു ക്ലിയർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു മങ്ങലുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക്. അപ്പോൾ ഇത് നേരെ എടുത്ത് ഞാനിപ്പോൾ വേറൊരു വെള്ളത്തിലോട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ഒരു ബ്രഷ് വേണം. അതുപോലെ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റ് ആയാലും മതി കേട്ടോ, ഏത് പേസ്റ്റ് ആയാലും മതി. ഇതും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ എടുത്ത നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ അഴുക്ക് നല്ലപോലെ ഇങ്ങനെ എന്താ പറയുക കൊവുന്നിരിക്കുക എന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് നമുക്കിങ്ങനെ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാം നല്ല രീതിക്ക് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. പേസ്റ്റ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എടുക്കാം. പേസ്റ്റിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ അഴുക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് നല്ല രീതിക്ക് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയി നല്ല മാതിരി മിനുക്കിയെടുക്കുക എന്നുള്ള ആ ഒരു റിസൾട്ട് ഇതിന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുന്നതിൻ്റെ അളവനുസരിച്ച് എടുക്കും. ഞാൻ അത്രയ്ക്കൊന്നും എടുക്കുന്നില്ല, കാരണം നമുക്ക് ഇതിനുള്ള അഴുക്ക് പോകണം, അത്രയും മാത്രമേ ഉദ്ദേശമുള്ളൂ. പിന്നെ ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രമേ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന എല്ലാ മാലകളും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, വളയാണോ എല്ലാം ഇതുമാതിരി നമുക്ക് ജസ്റ്റ് ഞാനാണെങ്കിൽ മാലയുടെ ചുട്ടി വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെയാണെങ്കിൽ മക്കളൊക്കെ 28-ന് കെട്ടിയ മാലയാണ്. അതിനുശേഷം അതൊന്ന് ക്ലീൻ പോലും ചെയ്തില്ല, അത്രയ്ക്കും അഴുക്കുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ട അത്രയും ക്ലിയർ ഇതിനില്ല. എന്താ നോക്കിക്കേ, ഈ ഒരു മാലയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അഴുക്കായിട്ടുണ്ടായത്. നോക്കിക്കേ, എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി കേട്ടോ. ഞാൻ ഇത്രയും റിസൾട്ട് ഇതിന് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ കണ്ണിയിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല പുതിയ മാല പോലെ എനിക്ക് തോന്നിച്ചു ഈ ഒരു മാല. കാരണം വെച്ചാൽ ഇത് 10 വർഷമായി ഇത് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നല്ലപോലെ വെള്ളത്തിലൊക്കെ ഒന്നിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു നല്ലൊരു നല്ലൊരു തുണി എടുത്തിട്ട് നല്ലപോലെ നല്ലപോലെ ഇതിൻ്റെ ഈർപ്പമൊന്നും ഇല്ലാതെ നമുക്ക് തുടച്ച് നല്ല രീതിക്ക് കൊണ്ടുവരാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചു, അപ്പോൾ അതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്കൊരു വേറൊരു സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണിച്ചു ഒന്നും കൂടെ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ നിവർത്തി വെക്കാണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ക്യാമറ ആ ഒരു ക്ലിയർ പിടിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഇത്രയും തിളക്കം ഉണ്ടായിട്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഞാൻ പിന്നെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ പല തവണ ഞാൻ നോക്കുന്നത് എൻ്റെ ക്യാമറയുടെ പ്രശ്നവും കൂടി ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് തുടച്ചിട്ട് ഇതിലോട്ട് ഒരല്പം പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ തിളങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് പൗഡർ നമുക്കൊരു പോളിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പറയില്ല എല്ലാത്തിനും ഒന്ന് പോളിഷ് ചെയ്യാം, അത് തന്നെ സംഭവം. അപ്പോൾ ഒന്ന് ജസ്റ്റ് പോളിഷ് ചെയ്ത് നമുക്ക് ആ പൊടിയൊക്കെ അങ്ങ് തട്ടി അങ്ങ് എടുക്കുക. ഇപ്പോൾ നോക്കിക്കേ എങ്ങനെ ഇരുന്നതാണ്, നല്ല കറുത്തിരുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സൈഡിൽ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്ന നമ്മുടെ മാലയൊക്കെയാണ് ഇപ്പോൾ നോക്കിയേ പുതിയതുപോലെ ആയിട്ടുണ്ട്. പുതിയതെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി ഗോൾഡ് കവറിങ് ആയിട്ടുള്ള അങ്ങനെ ഉള്ളതെങ്കിലും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ചൂടുവെള്ളം അങ്ങ് എടുക്കരുത്. ചിലപ്പോൾ അതിൻ്റെ ടെസ്റ്റർ മഞ്ഞപ്പൊടിയും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് തിളച്ച വെള്ളം തിളപ്പിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ചൂടുവെള്ളത്തിൽ അത്രയും. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മാല നിങ്ങൾ നോക്കിക്കേ, ഓരോ കണ്ണി ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നോക്കിക്കേ എന്ത് ക്ലിയർ ആയിട്ടാണ് നോക്കിക്കേ. ആ ഒരു പൗഡറും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു പോളിഷ് ചെയ്ത മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട.